ബിജെപിയുടെ ഭരണ തുടർച്ചയ്ക്കായി CPM അനുകൂല ഉദ്യോഗസ്ഥരെ കൊണ്ടാണ് പാലക്കാട് നഗരസഭ വാർഡ് വിഭജനം നടന്നതെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന കമ്മിറ്റി അംഗം MM ഹമീദ്. അശാസ്ത്രീയ വാർഡ് വിഭജനത്തിനെതിരെ ലീഗ് നഗരസഭയ്ക്ക് മുമ്പിൽ നടത്തിയ പ്രതിഷേധം MM ഹമീദ് ഉദ്ഘാടനം ചെയ്തു. 52 വാർഡുള്ള നഗരസഭയിൽ വർദ്ധിക്കുന്നത് ഒരു വാർഡ് മാത്രമാണ്. ഇതിനായി ഒരു മാനദണ്ഡവും പാലിക്കാതെയാണ് 52 വാർഡിനെയും വിഭജിച്ചത്. രാഷ്ട്രീയ പാർട്ടികളുടെ ഏജന്റല്ല സെക്രട്ടറിയെന്ന് തിരിച്ചറിയണം. തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മാനദണ്ഡപ്രകാരം വാർഡ് വിഭജനം നടന്നില്ലെങ്കിൽ കോടതിയെ സമീപിക്കുമെന്നും ഹമീദ് പറഞ്ഞു. ഒരു വാർഡ് വർദ്ധിപ്പിക്കുന്നതിന് ഇവിടെ നടത്തിയിട്ടുള്ള വാർഡ് വിഭജനത്തിന്റെ കരട് പട്ടിക അത് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും ആരുടെയൊക്കെയോ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി ആരെയൊക്കെയോ അഴിമതി കൂടുതൽ വർദ്ധിപ്പിച്ച് ഭരണം നടത്തുന്നതിനാവശ്യമായ ആളുകളെ കൗൺസിലിൽ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തരത്തിൽ ഒരു വാർഡ് വിഭജനമാണ് ഇവിടെ നടത്തിയിട്ടുള്ളത് എന്ന് നമുക്കെല്ലാം അറിയാം. ഇവിടെ നേരത്തെ അധ്യക്ഷൻ സൂചിപ്പിച്ചതുപോലെ പലവർക്കും വേണ്ടി ഈ രാജ്യത്തെ ഉന്നതന്മാർക്ക് വേണ്ടി ഒത്താശ ചെയ്തു കൊടുക്കുന്ന ഒരു ഭരണകൂടത്തിൻ്റെ പ്രതിനിധികൾ അവരുടെ എണ്ണം വർദ്ധിപ്പിക്കണമെന്നാണ് BJP ആഗ്രഹിക്കുന്നത്. ആ എണ്ണം വർദ്ധിപ്പിക്കണമെങ്കിൽ ഇന്നത്തെ സാഹചര്യത്തിൽ അവർക്ക് അനുകൂലമായി വിജയിച്ചു വരാൻ ആവശ്യമായ വാർഡ് വിഭജനം നടത്തുക എന്നുള്ള ഒരു ആസൂത്രിതമായ പദ്ധതി ഇവർ നടപ്പിലായിക്കൊണ്ടിരിക്കുകയാണ്. AM സലീം അധ്യക്ഷത വഹിച്ചു. സെയ്താലി പൂളക്കാട്, സെയ്ദ് മീരാൻ ബാബു, ബഷീർ ഒലവക്കോട്, ഹസനുപ്പ, അഷറഫ് പറക്കുന്നം, സുബൈർ ജൈനിമേട്, അഷറഫ് വെണ്ണക്കര എന്നിവർ സംസാരിച്ചു. UTV ന്യൂസ്, പാലക്കാട്.